എല്ലാവർക്കും നമസ്കാരം. DRDOയിൽ നിന്നും പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. റിക്രൂട്ട്മെന്റിലേക്ക് 10ാം ക്ലാസ്, ITI, ഡിപ്ലോമ, ഡിഗ്രി ഒക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന ധാരാളം പോസ്റ്റുകളുണ്ട്. 700-ലധികം വേക്കൻസി ഉണ്ട്. നമുക്ക് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം. ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. 1 ജാനുവരി 2026 വരെ നമുക്ക് ഈ റിക്രൂട്ട്മെന്റിന് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം. സാലറി സ്കെയിൽ പറഞ്ഞിരിക്കുന്നത് ലെവൽ 6 37,400 മുതൽ 1,12,400 വരെയാണ്. ഇത് കൂടാതെ അലവൻസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. സോ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ ക്വാളിഫിക്കേഷനും വേക്കൻസിയും 1 by 1 ആയിട്ട് നോക്കാം. ഒന്നാമത്തെ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് B ആണ്. ഒന്നാമത്തെ പോസ്റ്റ് ഓട്ടോമൊബൈൽ എഞ്ചിനീയർ. ഡിപ്ലോമ ഇൻ ഓട്ടോമൊബൈൽ ആണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത്. 3 വേക്കൻസി ഉണ്ട്. അടുത്ത കെമിക്കൽ എഞ്ചിനീയർ ആണ്. 15 വേക്കൻസി ഉണ്ട്. കെമിസ്ട്രി BSc ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. 22 വേക്കൻസി. സിവിൽ എഞ്ചിനീയറിംഗ്, ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 11 വേക്കൻസി. കമ്പ്യൂട്ടർ സയൻസ്, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. 160 വേക്കൻസി ഉണ്ട്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് 11 വേക്കൻസി. ഡിപ്ലോമയാണ് ക്വാളിഫിക്കേഷൻ. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയാണ് ക്വാളിഫിക്കേഷൻ. 47 വേക്കൻസി. ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് 112 വേക്കൻസി ഉണ്ട്. ഡിപ്ലോമയാണ് ക്വാളിഫിക്കേഷൻ. ജിയോളജി BSc ഡിഗ്രി ഇൻ ജിയോളജി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 1 വേക്കൻസിയാണ്. ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ് 6 വേക്കൻസി. ഇൻസ്ട്രുമെന്റേഷൻ ഇലക്ട്രോണിക്സ് ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 2 വേക്കൻസി. ലൈബ്രറി സയൻസ് ഡിഗ്രി ഇൻ സയൻസ് വിത്ത് ഡിപ്ലോമ ഓർ ഡിഗ്രി ഇൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ ലൈബ്രറി സയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 5 വേക്കൻസി. മാത്തമാറ്റിക്സ് BSc ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 6 വേക്കൻസി. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 127 വേക്കൻസി ഉണ്ട്. ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. മെറ്റലർജിക്കൽ എഞ്ചിനീയറിംഗ് 12 വേക്കൻസി. ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഫിസിക്സ് BSc ഫിസിക്സ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 18 വേക്കൻസി. സൈക്കോളജി 4 വേക്കൻസി ഉണ്ട്. BSc ഡിഗ്രി ഇൻ സൈക്കോളജി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അടുത്ത ടെക്നീഷ്യൻ A ആണ് ഗ്രേഡ്. ബുക്ക് ബൈൻഡർ 10ാം ക്ലാസ്സും അല്ലെങ്കിൽ ഇക്വലന്റ് ക്വാളിഫിക്കേഷനും IT ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 3 വേക്കൻസി. കാർപ്പൻറ്റർ 10ാം ക്ലാസ് അല്ലെങ്കിൽ ഇക്വലന്റ് ക്വാളിഫിക്കേഷനും IT ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 4 വേക്കൻസി. CNC ഓപ്പറേറ്റർ ആണ്. സെയിം ക്വാളിഫിക്കേഷൻ ആണ്. 10ാം ക്ലാസ് അല്ലെങ്കിൽ ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ IT ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 3 വേക്കൻസി. അടുത്തത് COPA ആണ്. 10ാം ക്ലാസ്സും IT ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 52 വേക്കൻസി ഉണ്ട്. ഡ്രോട്ട്സ്മാൻ ആണ് മെക്കാനിക്കൽ. 10ാം ക്ലാസ്സും IT ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 6 വേക്കൻസി. ഇലക്ട്രീഷ്യൻ 30 വേക്കൻസി ഉണ്ട്. ഇലക്ട്രോണിക്സ് 31 വേക്കൻസി ഉണ്ട്. ഫിറ്റർ 25 വേക്കൻസി. മെഷീനിസ്റ്റ് 12 വേക്കൻസി. മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ 7 വേക്കൻസി. ഒപ്റ്റിക്കൽ വർക്കർ 2 വേക്കൻസി. ഫോട്ടോഗ്രാഫർ 5 വേക്കൻസി. ഷീറ്റ് മെറ്റൽ വർക്കർ 3 വേക്കൻസി. സർവേയർ 1 വേക്കൻസി. ടർണർ 8 വേക്കൻസി. വെൽഡർ 11 വേക്കൻസിയാണ്. ടോട്ടൽ എങ്ങനെ സീനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ് Bയിലേക്ക് ടോട്ടൽ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 561. ടെക്നീഷ്യൻ Aയിലേക്ക് ടോട്ടൽ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 203 അങ്ങനെ 700-ലധികം വേക്കൻസിയുടെ ഒരു നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് 18 മുതൽ 28 വയസ്സ് വരെ അൺറിസർവ്ഡിനും 31 വയസ്സ് വരെ OBCക്കും 33 വയസ്സ് വരെ SC/ST കാൻഡിഡേറ്റ്സിനും റിക്രൂട്ട്മെന്റിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. കേരളത്തിൽ റിക്രൂട്ട്മെന്റ് സെന്റേഴ്സ് വന്നിരിക്കുന്നത് എറണാകുളം ഉണ്ട്, കൊല്ലമുണ്ട്, കോഴിക്കോടുണ്ട്. ഇത്ര എക്സാം സെൻ്ററാണ് വന്നിരിക്കുന്നത്. സോ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അപ്ലൈ ചെയ്യുക. നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ അപ്ലൈ ചെയ്യുക. താങ്ക്